ഹലോ, എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, അതേസമയം ലൈറ്റായ ആരോഗ്യകരമായ ഒരു റെസിപ്പിയാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബ്രെഡും മുട്ടയായിരിക്കും. അതിനെ നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ റെസിപ്പികളൊക്കെ പരീക്ഷിച്ച് നോക്കുമെന്ന്. അങ്ങനെ പരീക്ഷിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ടതാണിത്. ഇതിൻ്റെ പേര് ഷക്ഷൂക എന്നാണ്. ഇതൊരു അറബിക് കുസീനാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഷക്ഷൂക അതൊരു ഒത്തൻറ്റിക് റെസിപ്പി എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. എൻ്റെ പാൻട്രിയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ആദ്യമേ തന്നെ ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകവും അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകവും കൂടി ഇട്ട് അതെല്ലാം കൂടി ഒന്ന് പൊട്ടി നല്ലൊരു മണം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിനകത്തോട്ട് ഒരു മീഡിയം സവാളയും കൂടി ഇട്ടിട്ട് സവാളയുടെ നിറം മാറി വരുന്നത് വരെ ഞാനൊന്ന് വഴറ്റിയെടുക്കും. സവാള വഴന്നു കഴിയുമ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇതിനകത്ത് ചേർത്തിട്ട് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്തെടുക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാൻ ഡൈസ്ഡ് ടൊമാറ്റോ ചേർക്കാം. മീഡിയം സൈസിലുള്ള 4 ടൊമാറ്റോ ചേർത്താലും മതിയാവും. ഇനി നമുക്കിതൊരു 5-8 മിനിറ്റ് ടൊമാറ്റോ ഒന്ന് വെന്ത് വരുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കും, അടിയിലൊന്നും പിടിക്കാതെ. ഇപ്പം ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തു, കൂടുതലുണ്ടായിരുന്ന വെള്ളമൊക്കെ പറ്റി. ഇനി ഈ ടൊമാറ്റോ പേസ്റ്റിലേക്ക് നമ്മളൊരു ചെറിയ പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചു. ഇതുപോലെ ഞാൻ 4 മുട്ട ടൊമാറ്റോ പേസ്റ്റിനകത്ത് ഉണ്ടാക്കിയ 4 പോക്കറ്റുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെച്ച് മുട്ട വേവിച്ചെടുക്കും. മുട്ടയുടെ വേവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. റണ്ണി യോക്കാണ് ഇഷ്ടമെന്നുള്ളവർക്ക് അങ്ങനെ അത്രയും വേവാകുമ്പോഴത്തേക്കും തീ നിർത്തിയിട്ട് ഇതെടുക്കാം. ഞാൻ മിക്കവാറും തന്നെ എൻ്റെ മുട്ട ഫുള്ളി കുക്ക്ഡായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പം ഇത് നന്നായിട്ട് കുക്ക്ഡായി, നമുക്ക് സെർവ് ചെയ്യാനായിട്ട് റെഡിയായി. ബട്ടർ വെച്ച് ഗ്രില്ല് ചെയ്ത ബ്രെഡിൻ്റെ കൂടെയാണ് ഞാനിത് സാധാരണ സെർവ് ചെയ്യുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.